നമസ്കാരം. ഞാൻ തോമസ് കളത്തിപ്പറമ്പിൽ. ഞാനിത് പറയുമ്പോൾ ഇതിനകത്ത് ഒരു വർഗീയതയോ മറ്റൊരു കാര്യവും ചിന്തിക്കാൻ പാടില്ല. കാരണം ഞാൻ പറയാൻ പോകുന്ന വിഷയം അതാണ്. ഇപ്പം എല്ലാ ദിവസങ്ങളിലും പത്രങ്ങളിൽ വായിക്കാം, അതുപോലെ തന്നെ ചാനലുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഉത്സവത്തിന് ആനയിടഞ്ഞു എന്നുള്ളത്. ഒത്തിരി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ആന ഇടഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം മനുഷ്യൻ്റെ ജീവനാണ് നമ്മൾ നൽകേണ്ടത്. അത് കഴിഞ്ഞ് വേണം എല്ലാ കാര്യങ്ങളും. ദൈവവും മനുഷ്യൻ്റെ ജീവനേക്കാൾ വില മറ്റൊന്നിനും ഒരു സ്ഥലത്തും കൊടുത്തിട്ടില്ല. എല്ലാ നിയമങ്ങളും, എല്ലാ കൽപ്പനകളും, എല്ലാ വിശ്വാസവും അത് മനുഷ്യൻ്റെ ജീവന് വേണ്ടിയിട്ടും അവൻ നന്നായിട്ട് ജീവിക്കാനും അവൻ്റെ ജീവൻ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ഫലമായിട്ടുള്ള പല കാര്യങ്ങളും കാലോചിതമായിട്ട് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് മാറ്റം വരുത്തണം. ഇന്ന് പല സ്ഥലങ്ങളിലും കേൾക്കുന്നു. ഇപ്പം ഇന്ന് വായിച്ച വാർത്തയിലാണ് ഇടക്കൊച്ചിയിൽ ആനയിടഞ്ഞു, ഒട്ടേറെ വാഹനങ്ങൾ തകർത്തു. അതാണ് ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ വായിച്ച വാർത്ത. ഈ വാർത്ത വായിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് ഒരു അമ്പലത്തിൻ്റെ ഉത്സവത്തിന്, അമ്പലത്തിൻ്റെ പേരൊന്നും ഞാൻ പറയണില്ല കേട്ടോ, അവിടെ നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ആ വൈകുന്നേര സമയത്ത് ആന എഴുന്നള്ളിപ്പിൻ്റെ സമയത്ത് കാണുന്ന കാഴ്ച, ആനയും പാപ്പാനും 2-3 ആളുകളും മാത്രം ആനയുടെ അടുത്തുണ്ട്. ബാക്കി വിശ്വാസികളൊന്നും ആ ആനയുടെ പരിസരത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു ഭയപ്പാടോടുകൂടി നമ്മളൊരു ഉത്സവം ആഘോഷിക്കുന്നത്? ഭയപ്പാടില്ലാതെ ആത്മീയതയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ആഘോഷിക്കാനുള്ളതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഭയപ്പാടൊക്കെ മാറ്റേണ്ട സമയമായില്ലേ? ഏത് വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും മാറ്റേണ്ടത് നമ്മൾ മാറ്റണം, നമുക്ക് വേണ്ടിയിട്ട്, മനുഷ്യൻ്റെ ജീവന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ പേര് തോമസ് എന്നാണ്. ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണ്. എങ്കിലും അമ്പലത്തിലും ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഫാമിലിയായിട്ടൊക്കെ പോകാറുണ്ട്. ഉത്സവം കാണാനും അവിടുത്തെ പരിപാടികൾ കാണാനൊക്കെ പോയിട്ടുണ്ട്. പണ്ടൊക്കെ പാതിരാത്രി വീട്ടിൽ നിന്ന് അപ്പച്ചനും ഞങ്ങളെല്ലാവരും കൂടി പോകുമായിരുന്നു, പായൊക്കെ എടുത്തിട്ട് ബാലയൊക്കെ കാണാനായിട്ട്. നാടകമൊക്കെ ഉണ്ടാകുമായിരുന്നല്ലോ. അങ്ങനെ അമ്പലപ്പറമ്പിൽ പോയിരുന്ന് വെളുപ്പിന് 3 മണിക്കും 4 മണിക്കൊക്കെയാണ് തിരിച്ചു വന്നത്, ഇതൊക്കെ കണ്ടിട്ട്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ഏത് വിശ്വാസമാണെങ്കിലും, ഏത് ഉത്സവമാണെങ്കിലും, പെരുന്നാളാണെങ്കിലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ചാണ് പോകുന്നത്. അപ്പം ഞാനൊന്ന് പറയട്ടെ, നമുക്ക് വേണ്ടിയിട്ട് ഈ ഉത്സവങ്ങളിൽ നിന്ന് ആനയെ മാറ്റി നിർത്താൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. ഇനി ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടാൻ പാടില്ല. അതിനുവേണ്ടി ഞാൻ അപേക്ഷിക്കുന്നത്. ഇപ്പം തന്നെ പലർക്കും ഭയപ്പാടാണ് ആനയെ കാണുമ്പോൾ. കാരണം എപ്പോഴാണ് ഇടണമെന്നറിയില്ല. അതൊരു മൃഗമല്ലേ, എന്താണെന്നുണ്ടെങ്കിലും, ഏത് വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും അതിനും അതിൻ്റേതായ കുറവുകളും ശാരീരികമായ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ ഇനിയൊരു കൊലപാതകിയാക്കി മാറ്റാതെ, കാരണം കുറേ കഴിയുമ്പോൾ നമ്മൾ തന്നെ മാനസികമായിട്ട് ആനയെ വെറുത്ത് തുടങ്ങും. നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ആ ആന ഒരു വില്ലനായിരിക്കും. അപ്പോൾ ആ പാവം മൃഗത്തെ ഒരു വില്ലൻ കഥാപാത്രമാക്കി മാറ്റാതെ സ്നേഹത്തോടുകൂടി നമുക്ക് അതിനെ മാറ്റി നിർത്തേണ്ടടുത്ത് മാറ്റി നിർത്താം. ഇതെൻ്റെ റിക്വസ്റ്റായിട്ട് എടുക്കണം. ഓക്കെ.